ഹലോ ഹായ് ഓൾ, എല്ലാവർക്കും അമ്മൂസ് ഓൾ ഇൻ വൺ എന്നീ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ് മത്തയില തോരൻ. മത്തയില ആള് നിസാരക്കാരനല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ തൊടിയിലാണ് കേട്ടോ മത്തം കിളിച്ചു വരുന്നത്, തനിയെ വളർന്നു വന്നതാണ് കേട്ടോ. നല്ല തളിരിലയാണ് കേട്ടോ നമ്മൾ മത്തയില തോരന് വേണ്ടിയിട്ട് എടുക്കുന്നത്. നല്ല രുചിയാണ് കേട്ടോ. ഈ ചെടിയിൽ ധാരാളം പൂക്കളും ഉണ്ട്, കായ്ക്കളും ഉണ്ട്. കായെന്ന് പറയുമ്പോൾ മത്തങ്ങ, ചെറിയ മത്തങ്ങയാണ് കേട്ടോ പിടിച്ച് വരുന്നത്. എല്ലാം ഈ ഒരു പരുവമാകുമ്പോഴേക്കും നിന്നങ്ങ് ഉണങ്ങി ചപ്പായി പോകുന്നുണ്ട്. അതിനൊരു റെമഡി പറഞ്ഞു തരണേ. എന്തെങ്കിലും ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വിഷം നിറച്ച പച്ചക്കറികളെ കഴിയും എന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ വീട്ടുവളപ്പിൽ ഇതുപോലെ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ. പ്രത്യേകിച്ച് മത്തനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കെയറൊന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അവരങ്ങ് വളർന്നോളും. നമുക്ക് ആവശ്യമുള്ള നല്ല പോഷകമായ സാധനങ്ങൾ അവർ തന്നോളും. മത്തൻ രാവിലെ തന്നെ വീടും പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വരുമ്പോഴത്തേക്കും ഇന്നത്തേക്കുള്ള കറിക്കുള്ള എന്തെങ്കിലും ഒരു കൂട്ടുവെപ്പിക്കാൻ പറ്റും. രാവിലത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇലകളെല്ലാം പറിച്ചുകൊണ്ട് പോരുന്നു. നമുക്കിതാ എൻ്റെ 2 കൈപ്പിടിയിൽ നിറയെ പറിച്ചു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. കഴുകുമ്പോൾ അതിനകത്ത് ഓരോ ഇലകളും നന്നായി കഴുകുക. ഓരോ ഇലയും നന്നായിട്ട് കഴുകിയെടുക്കുക. കാര്യം അതിനകത്ത് നമുക്കിത് പുറമേ വളരുന്നത് കൊണ്ട് തന്നെ മണ്ണും പൊടിയും പ്രാണികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി തോർത്തിയെടുത്ത് വെക്കുക. എന്നിട്ട് ഈ ഇലകളിലെല്ലാം ചെറിയ ചെറിയ നാരുണ്ട്. നമുക്കറിയാം മത്തയിലയിൽ ഒരു ചെറിയ മുള്ളു പോലെ ഉണ്ട്. അത് നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ പുറം ഭാഗത്തായിട്ട് ഇങ്ങനെ ഇതിൻ്റെ തണ്ടിനകത്ത് തണ്ടിയിൽ നിന്ന് 2-3 വള്ളികളുണ്ട്. അപ്പോൾ അതിങ്ങനെ പയ്യെ ഇളക്കി കളയുക. പിന്നീട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി തിരുമുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഈ മുള്ളുകളെല്ലാം ഒടിഞ്ഞു വെക്കോളും. അപ്പോൾ നമുക്ക് അരിയാനൊരു എളുപ്പവുമാണ്. അപ്പം നമുക്ക് കഴിക്കുമ്പോഴൊരു ടേസ്റ്റ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം അതുപോലെ ഓരോ ഇലകളും പെറുക്കി അതുപോലെ നമുക്ക് കശക്കി എടുക്കുക. എന്നിട്ട് നല്ല കുനുകുനാ അരിയുക. നല്ല തിൻ ലെയറായിട്ട് അരിഞ്ഞിടുക. അരിയുന്ന സൗണ്ട് കേൾക്കാൻ തന്നെ എന്ത് ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള അരിയാനായിട്ട്. കുഞ്ഞിലേ അരിക്കുട്ടാൻ കളിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഒരുപാട് അരിഞ്ഞ് തള്ളിയിട്ടുണ്ട്. അല്ലൂസ് ഇപ്പോൾ അതുപോലെ തന്നെയാണ്. അല്ലൂസിന് ഇതുപോലെ അരിയാൻ വലിയ ഇഷ്ടമാണ്. ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടെ കൂടിയനെ. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തയില കാണാൻ എന്ത് ഭംഗിയാണല്ലേ, ആ ഒരു ഗ്രീൻ കളർ കാണാനായിട്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് അരപ്പുകളെല്ലാം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. തേങ്ങ തിരുവിയതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ജീരകമാണ് കേട്ടോ അത്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, ഇവയെല്ലാം ഇട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അങ്ങ് അരയരുത് കേട്ടോ. അതുപോലെ തന്നെ തേങ്ങ അരപ്പെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് തേങ്ങയുടെ ക്വാണ്ടിറ്റി കൂട്ടരുത്. കാര്യം നമ്മുടെ ഈ ഇല ഒന്ന് എണ്ണയിലൊന്ന് വാടി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അതങ്ങ് ചുരുങ്ങും. അപ്പോൾ പിന്നെ അരപ്പ് തോന്നിയും നമ്മുടെ ഇല കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇനി ചട്ടിയിലേക്ക് എണ്ണ കൊടുത്തിട്ട് 2-3 വറ്റൽമുളകും ഇട്ട് കടുകും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മത്തയില ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി വെക്കുക. അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് അത് അടപ്പ് മാറ്റുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും അതിൽ നിന്ന് നല്ല വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും ആരും ചേർക്കരുത്. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണ്ട. ആ ഇലയ്ക്കകത്ത് തന്നെ വെള്ളം ഉണ്ടാവും. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അമർത്തി വെച്ച് ഒന്ന് അടച്ച് വെക്കാം. എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കത് വെന്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് ഒരുമിച്ച് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴാ ഇളക്കുന്ന വഴിക്ക് അതിൻ്റെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് വറ്റിക്കോളും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ്, ഒരു കറിക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇലക്കറികൾ കൂട്ടുക. അപ്പോൾ ഇത് കിട്ടുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഓക്കെ.